നമസ്കാരം. ഞാൻ ഡോക്ടർ എസ് ജയശ്രീ, വെറ്റിനറി സർജനാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നായ്ക്കൾക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നതിനെ പറ്റിയാണ്. ഈ ബിരിയാണി ഒരു ഡോഗി ബിരിയാണിയാണ്. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ റെസിപ്പി ഞാൻ എൻ്റെ പെറ്റിന് ഉണ്ടാക്കി കൊടുത്ത് ശീലിപ്പിക്കുന്നതാണ്. കാരണം ഇതാണ് ഞങ്ങളുടെ പെറ്റ്, ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട ടോബി. അപ്പോൾ കുറച്ച് നാളായി പെറ്റ്സ് ഒന്നും ഇല്ലാതെ ഇരുന്നിട്ട് ഒരു പെറ്റിൻ്റെ ആവശ്യകത മനസ്സിലാകുകയും ഒരു പെറ്റില്ലാത്തതിൻ്റെ ശൂന്യത ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇവനെ വാങ്ങിയത്. ഇവനെ വാങ്ങിയപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇവനെ വളർത്തണമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അപ്പോൾ ഒരു നായയ്ക്ക് അനിമൽ പ്രോട്ടീൻ അത്യാവശ്യമാണല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു സമയം കഴിഞ്ഞ്, ആദ്യത്തെ ആ ഒരു പപ്പി സ്റ്റേജൊക്കെ കഴിഞ്ഞ് അവന് ഇറച്ചിയും മീനും മുട്ടയും ഒക്കെ കൊടുക്കാറായപ്പോഴേക്കും നല്ല ഗുണനിലവാരമുള്ള ഇറച്ചി തന്നെ അവന് കൊടുക്കണം. എന്നാൽ ദിവസവും അതിനു വേണ്ടി സമയം കളയാനുമില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ എല്ലാവരെ പോലെ ഞങ്ങൾക്കും വന്നു. അപ്പോഴാണ് സുഗുണ ചിക്കൻ്റെ പോപ്പുലർ ചിക്കനെ പറ്റി അറിയാനിടയായത്. അപ്പോൾ അതുവരെ സാധാരണയായി പെറ്റ് പേരൻസിനോട് ചോദിക്കുമ്പോൾ അനിമൽ പ്രോട്ടീൻ്റെ ഇതിന് വേണ്ടിയിട്ട് സാധാരണയായി ഡോഗ്സിൻ്റെ ഫുഡിൽ ചിക്കൻ്റെ വേസ്റ്റ്, ബീഫിൻ്റെ വേസ്റ്റ്, പിന്നെ ചിലരെങ്കിലും ബീഫും ചിക്കനും ഒക്കെ നല്ല ചിക്കൻ തന്നെ നല്ല മീറ്റ് തന്നെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ അത് സാമ്പത്തികമായിട്ട് എല്ലാവർക്കും താങ്ങാനായി എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് ഈ വേസ്റ്റും, അതായത് വേസ്റ്റ് മീൻസ് നമുക്ക് മനുഷ്യന് ഭക്ഷ്യയോഗ്യമല്ലാത്ത ചിക്കൻ്റെ കാല്, നഖം അങ്ങനെയൊക്കെ ഉള്ളതിന് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. കാരണം അതിൽ ന്യൂട്രീഷണൽ കണ്ടൻറ്റ് കുറവാണല്ലോ. അപ്പോൾ എന്തായാലും ഒരു പോഷകമൂല്യം കൂടുതലുള്ള ഫുഡ്, എന്നാൽ ഹൈജീനിക്കായി നല്ല ശുചിത്വമുള്ള ഫുഡ് കൊടുക്കണമെന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ഒന്നാകെ നിർബന്ധമായിരുന്നു. എന്നാൽ അത് എക്കണോമിക് ആയിരിക്കുകയും വേണം. എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫുഡ് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ കാരണം ഇതിനെ ഇങ്ങനെ ചിന്തിക്കാൻ വേറെയും ചില കാരണങ്ങളുണ്ട്. ഈ ബീഫിൻ്റെ വേസ്റ്റും കോഴിയുടെ വേസ്റ്റും ഒക്കെ കൊടുത്ത് വളർത്തുന്ന നായ്ക്കളിൽ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് കൂടുതലായി കാണുന്നതായി ഞാൻ എൻ്റെ ഇത്രയും കാലത്തെയുള്ള ചികിത്സാനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതെൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു സ്കിൻ ഇൻഫെക്ഷന് ട്രീറ്റ് ചെയ്യാൻ വരുന്ന ഒരു ഡോഗിന് ഇത് ഇങ്ങനെയുള്ള വേസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് വേസ്റ്റ് മീൻസ് ഞാൻ ഈ വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഇറച്ചിയുടെ ഭാഗങ്ങളെയാണ് കേട്ടോ, അല്ലാതെ അത് മലിനപ്പെട്ടതാണെന്നോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കുന്ന നായ്ക്കളിൽ ഇത് നിർത്താൻ ഞാൻ പറയാറുണ്ട്. പകരം വേറെ ഏതെങ്കിലും ഒരു ഫുഡിലേക്ക് മാറാൻ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറുമ്പോൾ അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവും പറഞ്ഞു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണല്ലോ. അപ്പോൾ ഇത് കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ പകരം എന്താണ് കൊടുക്കേണ്ടത്? അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് ഫിഷാണ്. അതായത് നമ്മുടെ വീടുകളിലെല്ലാം, അതായത് നോൺ വെജ് ആഹാരം കഴിക്കുന്നവരുടെ എല്ലാ വീടുകളിൽ മത്സ്യം വാങ്ങിക്കുന്നുണ്ടാവും. ഈ മത്സ്യത്തിൻ്റെ തല, ചിലപ്പോൾ ചില മത്സ്യങ്ങളുടെ കുടലും എടുക്കാം. ഈ തലയും കുടലും ഒക്കെ കൂടി ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് കഴിഞ്ഞാൽ ഇത് ഡോഗ്സിന് വളരെ സേഫായിട്ട് നമുക്ക് കൊടുക്കാം. തന്നെയല്ല നല്ലൊരു ആനിമൽ പ്രോട്ടീൻ്റെ സോഴ്സുമാണ്. പ്രത്യേകിച്ച് മത്തിയുടേതൊക്കെ ആണെങ്കിൽ നല്ല ഒമേഗ-3 ഫാറ്റി ആസിഡും ഒക്കെ ഉള്ള, അന്നേരം അതിൻ്റെ സ്കിന്നിനും ഹെയർ കോട്ടിനും ഒക്കെ വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ കൊടുക്കാം. അപ്പം ഞങ്ങൾ ഈ ഫിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ ഫിഷിന് ഇങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ചെറിയ മത്തി വാങ്ങിച്ചിട്ട് കുറച്ച് എടുത്ത് ഇതേപോലെ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് അതും കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തു പോകുന്നപ്പോഴും ഈ അനിമൽ പ്രോട്ടീൻ്റെ കാര്യം വരുമ്പോൾ ദിവസവും അവന് ഇത്തിരി നന്നായി അനിമൽ പ്രോട്ടീൻ കൊടുക്കണമെന്നുണ്ടായിരുന്നു.
ആ സമയത്താണ് സുഗുണ പോപ്പുലർ ചിക്കനെ പറ്റി അറിയാനിടയായത്. അപ്പോൾ സുഗുണ ചിക്കൻ്റെ ഔട്ട്ലെറ്റുകളിൽ നമുക്ക് സുഗുണ പോപ്പുലർ എന്നുള്ള രീതിയിൽ നായകൾക്ക് കൊടുക്കാനുള്ള ചിക്കൻ അവൈലബിൾ ആണ്. നായകൾക്ക് കൊടുക്കുവാനുള്ള ചിക്കൻ എന്ന് പറയുമ്പോൾ അത് ഈ ബോൺലെസ് ചിക്കനൊക്കെ ചിലപ്പോൾ ഹോട്ടൽസിലൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുത്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പ്രോസസ്ഡ് മീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ട് അതിൻ്റെ ബാലൻസ് വരുന്ന ചിക്കനാണ്. അത് വളരെ ഹൈജീനിക്കാണ്, വളരെ പോഷകമൂല്യമുള്ള, കണ്ടാൽ ഇത്തിരി എല്ലിൻ്റെ അളവ് കൂടുതലുള്ള നല്ല ചിക്കൻ പോലെ ഇരിക്കും. ഇതിൻ്റെ ഒരു ഗുണം മറ്റേ ചിക്കനെക്കാട്ട് വില കുറവാണ്. മീറ്റായിട്ട് തന്നെ 1 കിലോയ്ക്ക് വെറും 100 രൂപയേ ഉള്ളൂ. അപ്പോൾ ഈ 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഈ സുഗുണ പോപ്പുലർ ചിക്കൻ നമ്മൾ പക്ഷെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. അതെങ്ങനെ എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതായത് ഒരു ഡോഗ് ബിരിയാണി എന്നാണ്, ഞാൻ അതിന് ഡോഗി ബിരിയാണി എന്നാണ് ഞാൻ തന്നെ ഇട്ട പേരാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഞാൻ വാങ്ങിച്ച സുഗുണ പോപ്പുലർ ചിക്കൻ. ഇത് 2 കിലോ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇത് വളരെ നല്ല വൃത്തിയുള്ളതും നല്ല പീസസ് ആണ്. അപ്പോൾ ഇത് ഒന്ന് കഴുകി ഒന്നുകൂടി, കാര്യം അവർ നല്ല വാഷ് ചെയ്ത് നല്ലതായിട്ടാണ് തരുന്നത്, പക്ഷേ എങ്കിലും നമ്മൾ ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിലാണ് ഞാനിത് വേവിക്കാറുള്ളത്. കാര്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒത്തിരി കൂടുതൽ വേണമെന്ന് പറയുന്നത്, മഞ്ഞൾപ്പൊടി ഒരു നല്ല ഇതാണ്, ആൻറ്റിസെപ്റ്റിക്കാണ്. അപ്പോൾ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ഉപ്പ് ഒരു നല്ല പ്രിസർവേറ്റീവ് കൂടിയാണ്. നമ്മളിത് കുറേ ദിവസം ഫ്രിഡ്ജിലാണെങ്കിലും വെച്ചിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് കറണ്ട് പോയാലോ ഒക്കെ ഈ ഉപ്പിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇത് ചീത്തയാവാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഈ കാണുന്നത് പോലെ ഇതിപ്പോൾ 2 കിലോ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലെ ചെറിയ കുക്കറിൽ കൊള്ളാത്തത് കൊണ്ട് 2 കുക്കറുകളിലായിട്ടാണ് ഇത് വേവിച്ചത്. അപ്പോൾ സാധാരണ ബ്രോയിലർ ചിക്കൻ വേവിക്കുന്നതിനേക്കാട്ടിൽ ഇത്തിരി കൂടുതൽ ഞാനൊരു 4-5 വിസിലൊക്കെ സാധാരണ അടുപ്പിക്കാറുണ്ട്. കാര്യം നന്നായി വെന്ത് കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ അത് നന്നായി വെന്ത്, അപ്പോൾ ഇതിന് സാധാരണ ബ്രോയിലർ ചിക്കൻ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് വെള്ളം മതിയല്ലോ, ലേശം വെള്ളം. ചില സമയത്ത് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇതിൽ മസിൽ കണ്ടൻറ്റ് നമ്മുടെ സാധാരണ ബ്രോയിലർ ചിക്കനേക്കാട്ടിൽ കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്യുക. പിന്നെ കുക്കറിൽ വേവിച്ച് ഇത് തണുത്ത് നോക്കുമ്പോൾ ദാ ഈ ഒരു രീതിയിൽ നമുക്കിതിനെ കിട്ടും. ആ സമയത്തേക്ക് തന്നെ ചോറ്, അന്നത്തെ ദിവസത്തേക്കുള്ള ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടാവും. അത് ഓരോ ഡോഗിനും വേണ്ടത് പല അളവിലായിരിക്കും. ഈവനിങ്ങിൽ അവന് ഒത്തിരി ചോറൊന്നും വേണ്ട, അത് കാരണം ഇത്രയും ചോറ് മതി. അപ്പോൾ തന്നെയല്ല നമ്മൾ മീറ്റും കൂടെ ചേർക്കുന്നതുകൊണ്ട് അതിനാവശ്യത്തിനുള്ള ഫുഡാവും. അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്ത് എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഒറ്റ ദിവസമായിട്ട് കൊടുത്തു തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഡോഗിൻ്റെ ആവശ്യമനുസരിച്ച് ചെറിയ ചെറിയ പോർഷൻസായി അത് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ഒന്നുകിൽ സിപ്പ് ലോക്ക് കവറുകൾ, ഈ രീതിയിൽ സിപ്പ് ലോക്ക് കവറുകളിലാക്കി ഓരോരോ ബോക്സിലാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സിപ്പ് ലോക്ക് കവറിലാണെങ്കിൽ നമുക്ക് ആ കവറിൽ ഓരോ ദിവസത്തേക്കും ആവശ്യമായത് ആ കവറിൽ നിന്ന് എടുക്കാം. അത് എന്നിട്ട് ആ കവറ് കളയുകയും ചെയ്യാം. അതല്ല എങ്കിൽ ഇതേപോലെ പ്ലാസ്റ്റിക് ബോക്സസ്, കണ്ടെയ്നറുകൾ, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന കണ്ടെയ്നറുകളുണ്ടല്ലോ, അപ്പോൾ ആ കണ്ടെയ്നറുകളിൽ നമുക്ക് എടുത്ത് മാറ്റിയായി നമ്മുടെ ഓരോ ദിവസവും ഡോഗിന് വേണ്ടുന്ന ആഹാരത്തിൻ്റെ അളവ് കണക്കാക്കി നമുക്ക് വയ്ക്കാം. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് അത് ഏകദേശം ഒരു 2 കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 10-20 ദിവസത്തേക്ക് അതുണ്ടാവും. അപ്പോൾ അതല്ല 10 ദിവസമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ പോലും നമുക്കൊരു ദിവസം അതിലേക്കൊരു ഇറച്ചിയുടെ വിലയിൽ നോക്കുമ്പോൾ ഒരു 20 രൂപയൊക്കെ
വരുന്നുള്ളൂ. അപ്പോൾ അത് വളരെ എക്കണോമിക്കലാണ്. പിന്നെ തന്നെയല്ല, ഈ ഇറച്ചിയും ഈ ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമായ, അവനിപ്പോൾ ഗ്രോയിങ് സ്റ്റേജിലായതുകൊണ്ട് ആവശ്യമായ കാൽസ്യം സപ്ലിമെൻറ്റ്, വൈറ്റമിൻ ഇ, പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഞാനൊരു ലിവർ സപ്ലിമെൻറ്റ് കൂടെ കൊടുക്കും. ലിവർ സപ്ലിമെൻറ്റ് കൊടുക്കേണ്ടത് ഡോഗ്സിൻ്റെ കാര്യത്തിലായാലും പശുവിൻ്റെ കാര്യത്തിലായാലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആവശ്യകതയെപ്പറ്റി അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യാം. അപ്പം ഞാൻ ഇവന് ലിവർ സപ്ലിമെൻ്റ് ആവശ്യമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ കുറച്ച് ലിവർ സപ്ലിമെൻറ്റ് കൂടി കൊടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഈ ചോറും ചിക്കനും, അതായത് അവന് ഒരു ദിവസത്തേക്ക് വേണ്ട ചിക്കനും ഒക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ട്, പിന്നെ നമ്മൾ സാധാരണ ബിരിയാണിക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് നമ്മൾ അലങ്കരിക്കുന്നത് പോലെ ഞാനിവിടെ അലങ്കരിക്കാൻ എടുക്കുന്നത് പെറ്റ് ഫുഡാണ്. അവന് കൊടുക്കുന്ന ബ്രാൻഡിലെ പെറ്റ് ഫുഡ് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് അലങ്കരിച്ച് വെക്കും. പിന്നെ ആ കൂട്ടത്തിൽ നമ്മളൊരു ഗ്രേവി, നമുക്ക് ഈ ചിക്കൻ വേവിച്ച് വരുമ്പോൾ അതിൽ കുറച്ച് ഗ്രേവി ഉണ്ടാവും നമ്മൾ തുറന്നു കഴിയുമ്പോൾ. ആ ഗ്രേവി കുറേശ്ശായിട്ട് ഞാൻ ഓരോ കവറിലും ഒഴിച്ചു വയ്ക്കും, അല്ലെങ്കിൽ ഓരോ ബോക്സിലും ഒഴിച്ചു വയ്ക്കും. കാര്യം എന്തിനാണെന്ന് വെച്ചാൽ അതിലാണ് അതിൻ്റെ നന്നായിട്ടൊരു പോഷക മൂല്യമുള്ള ഒരു സത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൂടി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കും. ഒത്തിരി വെള്ളം പോയാലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ കഴിക്കില്ല. ലിക്വിഡും കൂടി ആവുമ്പോഴത്തേക്കും ആളിന് നല്ല കുശാലായി. കാര്യം അപ്പോൾ അതിനകത്ത് ഉപ്പുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ചിക്കനുണ്ട്, ചോറുണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ വേറെ നമ്മുടെ അന്നന്നത്തെ ഭക്ഷണത്തിൽ ബാലൻസ് വരുന്നത് ചിലപ്പോൾ തോരനോ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടിയോ അങ്ങനെയൊക്കെ. മെഴുക്ക് പുരട്ടി കഴിവതും കൊടുക്കാറില്ല, കാര്യം സവോളയുടെ അംശം ചെല്ലാതിരിക്കാൻ വേണ്ടി. തോരനൊക്കെ ആണെങ്കിൽ തോരനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ്, സാമ്പാറിൻ്റെ കഷ്ണങ്ങളുണ്ടെങ്കിൽ മുരിങ്ങക്കോൽ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ മീൻ കറിയിൽ ബാക്കി വന്ന കഷ്ണങ്ങൾ, അങ്ങനെ എന്ത് ഉണ്ടെങ്കിലും അതും കൂടെ മിക്സ് ചെയ്താണ് ഇവന് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം ഓരോ ദിവസവും ഓരോ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ ചിക്കനും ചോറും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ, പെറ്റ് ഫുഡ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിന് തന്നെ മടുക്കും. നമുക്കായാലും ഒരേ ഫുഡ് ദിവസവും തന്നു കഴിഞ്ഞാൽ മടുക്കില്ലേ? അതിന് പകരം നമ്മൾ ഇങ്ങനെ ദിവസവും നമ്മുടെ വീട്ടിലുള്ള ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് നമ്മളൊരു മിക്സഡ് ഡോഗി ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിരിക്കും. നമ്മുടെ ഡോഗ്സിൻ്റെ ഹെയർ കോട്ടും എല്ലാം നല്ല ഷൈനി ആയിട്ട് നല്ല രീതിയിൽ. എന്നാൽ നമുക്ക് പെറ്റ് പേരൻസിന് ഉള്ള ആശ്വാസം അവന് നല്ല ഫുഡ് കൊടുക്കുന്നു എന്ന് നമുക്ക് ആശ്വസിക്കുകയും ചെയ്യാം. എന്നാൽ ന്യൂട്രീഷ്യസുമാണ്, അവന് കഴിക്കാനും ഇഷ്ടമാണ്. പിന്നെ ദിവസവും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇത് ഉണ്ടാക്കുകയും ചെയ്യാം. കാര്യം ഇത് ഫ്രീസറിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഫ്രീസറിൽ മറ്റ് സാധനങ്ങൾ വെക്കുന്നതുകൊണ്ട് നമ്മളൊരു ക്ലോസ്ഡ് കണ്ടെയ്നറിലാണ്, അടച്ച പാത്രത്തിലാണ് സാധാരണ ഇത് വെക്കുക. അപ്പോൾ അന്നേരം അതിൽ നിന്ന് എടുത്തിട്ട് ഒന്നുകിൽ ഓവനിൽ ചൂടാക്കാം പെട്ടെന്ന്, അതല്ല എങ്കിൽ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇതിട്ടിട്ട് ഒരു ശകലം വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ എടുത്ത് പെട്ടെന്ന് തന്നെ ചൂടാക്കാം. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഡോഗിനായതുകൊണ്ട് തന്നെ നമ്മൾ തണുപ്പ് മാറി ചെയ്യണമെന്ന് നിർബന്ധമില്ല, അത് നമുക്ക് നേരെ ചൂടാക്കാം. അതല്ല എങ്കിൽ നമ്മൾ നേരത്തെ ഒന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ആ ഒരു സമയത്ത് എന്തായാലും ചൂടാക്കി വേണം കൊടുക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതേ രീതിയിൽ തണുപ്പോട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ദഹനത്തെ അത് ബാധിക്കും. അപ്പം ഞാൻ ലിവർ സപ്ലിമെൻറ്റിൻ്റെ കാര്യം ഒന്നുകൂടി പറയുകയാണ്. നമ്മൾ പുതിയൊരു ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ എപ്പോഴും അന്ന് കുറച്ച് 2-3 ദിവസത്തേക്ക് ഒരു ലിവർ സപ്ലിമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ വലിയ ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ഇതാണ് ടോബിയുടെ ഡോഗി ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള കഥ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ വിവരം ബാക്കിയുള്ള പെറ്റ് പേരൻസിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാര്യം എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഫുഡ് നമുക്ക് നമ്മുടെ ഡോഗ്സിന് കൊടുക്കാനാവട്ടെ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനാവട്ടെ,
അപ്പോൾ ഡോഗ്സിൻ്റെ എങ്ങനെ ഫുഡ് ഒക്കെ കൊടുക്കണം, എങ്ങനെയാണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഓരോ പ്രായത്തിലും കൊടുക്കേണ്ടത്, എത്ര പ്രാവശ്യം കൊടുക്കണം, എങ്ങനെയാണെന്നൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിനി അടുത്ത വീഡിയോകളിലായിട്ട് പറയാം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തരുന്ന സഹകരണത്തിന് അങ്ങേയറ്റം നന്ദി. നമസ്കാരം.